ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നടക്കാതെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. മിസ് +2 പഠിക്കുന്ന സമയത്ത് മിസ്സിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മിസ് ഡോക്ടർ ആവണം, റിപ്പീറ്റിന് പോയിട്ട് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മിസ്സിന്റെ +2 എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്, റിസൾട്ട് പോലും വന്നിട്ടില്ല. ആ സമയത്താണ് മിസ്സിന്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് ഞങ്ങളെല്ലാം വിട്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പഠനമാണെങ്കിലും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് മിസ്സിന്റെ അച്ഛനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീട്ടിലത്തെ എല്ലാമായിട്ടുള്ള ആകെ ഒരു ഏർണിംഗ് മെമ്പർ, അത്രയും നേരം ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ നമ്മളുടെ പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ കൂടെ ഇല്ല. മിസ്സിന്റെ അമ്മയാണ് പിന്നീട് മിസ്സിന്റെ വീട് നോക്കുന്നത്. അത്രയും കാലം പുറത്തൊന്നും അങ്ങനെ പോകാതിരുന്ന മിസ്സിന്റെ അമ്മ ജോലിക്ക് പോകേണ്ടി വരികയാണ്. കാരണം മിസ്സും ഏട്ടനും പഠിക്കുകയാണ്. ഫുഡ് പോലും വീട്ടിലെങ്ങനെയാണ് വെക്കാന്ന് അറിയാത്ത സമയത്ത് എനിക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് റിപ്പീറ്റിന് പോകണമെന്ന് പറയാൻ പോലും മിസ്സിന് പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പഠിക്കണം, ഫീസ് കൊടുക്കാതെ പഠിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത. അപ്പോഴാണ് മിസ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നത്. മിസ്സിന് ഫിസിക്സിന് കിട്ടുന്നത്. ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും മിസ്സിന് ഫിസിക്സിനോട് ഇഷ്ടം തോന്നി. മിസ് നന്നായിട്ട് പഠിച്ചു, അത്യാവശ്യം നല്ല മാർക്കോടുകൂടെ മിസ് പാസ്സായി. ആൻഡ് ഇപ്പോൾ മിസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് മിസ് എത്തി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാതെ പോകും എന്ന് വിചാരിച്ച് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാം, എന്താണോ നമുക്ക് പോയത് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടിയിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെ സ്നേഹിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും.